എല്ലാവർക്കും നമസ്കാരം. ശിവപുരാണ പാരായണം 22-ാം ദിവസം. ഓം നമ ശിവായ. വന്നു തുടങ്ങി കുടുംബിദ്വിജന്മാരും അന്നു ദിനാന്തേ മഹാദേവ മന്ദിരെ സീമന്തിനി മുതാ സോമവാരവ്രത ക്ഷാമശുദ്ധാംഗീ മഹീസുരന്മാരുടെ പാദശൗചങ്ങളും ചെയ്തു സന്ധ്യാവിധോ സാദരം പീഠങ്ങൾ തോറും വസിപ്പിച്ചു. ഭാര്യാസമേതരാമന്തണന്മാർകളെ ഗൗരി മഹേശ്വരന്മാരെന്ന് കൽപ്പിച്ച് പൂജിച്ചടുക്കും ദശാന്തരെ തേജസ്വിമാരാം ഇരുവരെ കണ്ടുടനാരുവാനീശ്വര വല്ലതെന്നാകിലും ഗൗരിയും ഗൗരീശനെന്നും ഉറപ്പിച്ചു സങ്കല്പശക്തിയാ സമാരാധനം ചെയ്തു. തിങ്കൾ കലാചന്ദ്രചൂട പൂജ തുടങ്ങിനാൾ. ഭൂസുരന്മാരിൽ പുരാരാതിദേവനെ, ഭൂസുസ്ത്രീകളിൽ പാർവതീദേവിയെ ആവാഹനം ചെയ്ത് സാധു സീമന്തിനി ദൈവാനുകൂലം വരേണമെന്നിച്ഛയാ പൂജനം ചെയ്തു. സുവർണപാത്രങ്ങളിൽ ഭോജനം പായസം നെയ്യും വിളമ്പിനാൽ സൂപവും തേനും ഫലങ്ങളും ശാകവും സൂപദംശങ്ങളും ദുഗ്ധോദകങ്ങളും പാനസം ക്ഷീരവും സുഗന്ധപാനീയവും രസാളാദിയോഗവും ആകണ്ഡ ഭോജനം ഭൂമീസുരന്മാർക്ക് നൽകി. തദന്തേച്ച സന്തോഷപൂർവകം താംബൂലഭൂകവും രത്നഹേമങ്ങളും ജാമ്പൂനതം കൊണ്ടണിഞ്ഞോരു കോക്കളും വസ്ത്രമാല്യങ്ങളും രത്നകുംഭങ്ങളും ഛത്രജാലങ്ങളും സ്വർണപാത്രങ്ങളും കങ്കണം കാതിലാമോതിരം നോപുരം തങ്കപ്പതക്കവും താലിയും മാലയും കുങ്കുമം കസ്തൂരി കർപ്പൂര ചൂർണവും ശങ്കരപ്രീതയെ നൽകിനാളാതരാൽ മോദകാഭൂപാതി ഭക്ഷണാർത്ഥങ്ങളും വേദിയന്മാർക്കുടൻ സൽക്കരിച്ചിടിനാൾ. സർവപ്രദക്ഷിണം വെച്ചു നമസ്കരിച്ചുർവീന്ദ്രപത്നിയും വന്ദിച്ചു നിന്നിതു. സ്വസ്തിവാക്യങ്ങളും ഘോഷിച്ചു സൽക്കാര വസ്തുക്കളെല്ലാം ശിരസിൽ പതുക്കവേ കെട്ടി ഭരിച്ചു തിരിച്ചു തുടങ്ങിനാർ. മൃഷ്ടാന്നപൂർണോദന്മാർജാതികൾ സാമവാനും സുമേധാവും പുറപ്പെട്ടു താമസിക്കാതെ ഗമിച്ചു തുടങ്ങിനാർ. പൊന്നും പണം രത്നമെല്ലാം വഹിച്ചങ്ങ് മുന്നിൽ നടന്നിതു വേദപിത്രാത്മജൻ. സ്ത്രീവേഷധാരിയാം സാരസ്വതാത്മജ കേവലം പുംഭാവമെല്ലാം മറന്നുടൻ സീമന്തിനിയുടെ സങ്കല്പശക്തിയാൽ സാമവാൻ നാരിയായി തന്നെ ഭവിച്ചിതു. വേദിത്രാത്മജേ രാഗമുണ്ടാകയാൽ ഖേദം കലർന്നോ പറഞ്ഞു തുടങ്ങിനാൽ കന്ദർപ്പസുന്ദര കാന്താവരികടോ കന്ദർപ്പഖിന്നയാം എന്നെ സത്യതിക്കൊല വള്ളിക്കുടിലകമ്പുക്കോ രമിക്ക നാം ഉള്ളിൽ കനിവ് നിനക്കോ കുറഞ്ഞിതോ ഓടി ഗമിക്കുന്നതെന്തടോ വല്ലഭ പേടി വരുകുന്നു ഹന്തമേ നിൽക്ക നീ. സ്ത്രീകളെ കൊണ്ടു നടക്കും പൂമാന്മാർക്ക് വേഗപ്രയാണം സുഖമല്ല വല്ലഭ എന്നതു കേട്ടു ചിരിച്ചു സുമേധാവും എന്നോടുകൂടവേ പോന്നുകൊള്ളുക ഭവാൻ. പോരും പരിഹാസവാക്യങ്ങൾ ഇങ്ങനെ നാരീ സ്വഭാവമിനി ത്യജിക്കാമെടോ മാരാർത്തി പൂണ്ടു മനം അടങ്ങിയിടുന്ന സാരസ്വതാത്മജ പിന്നെയും ചൊല്ലിനാൾ. വേദപിത്രാത്മജ നിൽക്ക നീ തൽക്ഷണം സാദരം നിന്നെ പുണർന്നുകൊണ്ടാശു ഞാൻ ഖേദം കളഞ്ഞു തെളിഞ്ഞുടൻ നിന്നുടെ മോദം വരുത്തുന്നതുണ്ടടോ സുന്ദര. ശക്തിയില്ലേത് നടപ്പാൻ എനിക്കടോ ശക്തനാകാമന്റെ ബാണങ്ങളേൽക്കയാൽ പാരം പകർന്നുള്ള വാക്കുകൾ കേൾക്കയാൽ നേരല്ലിതെന്ന് സുമേധ ഉറച്ചുടൻ. പിന്നോക്കം ഒന്നോ തിരിഞ്ഞു നോക്കിയിടിനാൻ അന്നേരം എത്രയും വിസ്മയിച്ചാനവൻ. ലോകൈക ധന്യാം കന്യകാരത്നവും ഏകം മനോഹരം ചാരുനേത്രാമൃതം ധർമ്മില്ല ഭംഗിയും ജില്ലി വിലാസവും കൺമുനത്തെല്ലിൻ്റെ കല്ലോലലീലയും അംഭോജമൊട്ടിനോടൊത്ത കുജങ്ങളും സംഭോഗയോഗ്യമാകും ആകാരപുഷ്ടിയും പാരം ചുരുങ്ങുന്ന മധ്യപ്രദേശവും ചാരുവിസ്തീർണം നിതംബ പ്രദേശവും കണ്ടു വിചാരിച്ചു വേദപിത്രാത്മജൻ രണ്ടില്ലപക്ഷം ചതിച്ച സീമന്തിനി മാനനീ വേഷം ധരിച്ച വയസ്സിനെ ധ്യാനശക്തിയാ സത്യനാരിയാ കേടിനാൾ എന്നു വരുമെന്ന് ചിന്തിച്ചു മെല്ലവേ ചെന്ന് ചോദിച്ചു വേദപിത്രാത്മജൻ. എന്തടോ സ്വാതസാത്മജ ബ്രാഹ്മണ ബന്ധം പിടിഞ്ഞോ പറഞ്ഞു തുടങ്ങി. ഉന്മാദമോ നിനക്കിപ്പോൾ അഹോ സഹേ ജന്മാന്തരപ്രാപ്തി കാലേ വികാരമോ സാരസ്വതം കൊണ്ട് ലോകപ്രസിദ്ധനാ സാരസ്വതാത്മജൻ വേദവേദി ഭവാൻ എന്നതു കേട്ടോ പറഞ്ഞിതു കന്യക സുന്ദര ഞാനും പുരുഷനല്ലേതുമേ സാമവേദിയെന്നെനിക്ക് നാമം നിന്റെ കാമിനി ഞാനെന്നറിഞ്ഞുകൊള്ളുക ഭവാൻ. എന്നുടെ വാക്കിന് വിശ്വാസമില്ലെങ്കിൽ എന്നുടെ ഗാത്രം വിലോകനം ചെയ്യുക നീ. ഇങ്ങനെ ചൊല്ലുന്ന കന്യക തന്നെ അംഗങ്ങളൊക്കെ വേറെ സൂക്ഷിച്ചു സന്ദേഹമില്ല ഹോചന്ദ്രാംഗതപ്രിയെ നിന്നുടെ ദൈവവിശ്വാസം മഹാത്ഭുതം. ആശ്ചര്യം മുക്തേന്ദു
ചൂടങ്കൽ ഇച്ഛിന്ന ഭക്തിയാ ഭജിക്കുന്ന നിന്നുടെ ഭാഗ്യം മഹാഭാഗ്യം. അംഭോജലോചനെ യോഗ്യമത്രേ നീ ചെയ്തതോ സാമ്പ്രതം ആസ്തിക്യമില്ലാത്ത കാരണം ഞങ്ങളും വ്യാപ്തിക്ക് ചാടി പുറപ്പെട്ടതും യഥാ ഏവം വിചാരിച്ചു നിന്നു തഥാ സുമേ. ധാവായ ഭൂദേവ ബാലൻ വിഷണ്ണനായി സ്ത്രീത്വം ഭവിച്ചൊരു സാരസ്വതാത്മജൻ പേർത്തും പറഞ്ഞതു തൻ്റെ മനോരഥം. ചുറ്റും മരങ്ങളും കൊമ്പും നിറഞ്ഞതിൽ ചുറ്റുന്ന വെള്ളിക്കുടിലകം പൊക്കുനാം മുറ്റും ജ്വലിക്കുന്ന കന്ദർപ്പവന്യെ തെറ്റെന്ന് ശാന്തമാക്കിയിടുവാൻ പോകടോ എന്നതു കേട്ടു തനിക്കും മനക്കാമ്പിൽ ഉന്നിച്ച മാരാർത്തി ഭാരം മറച്ചുടൻ ചൊന്നാൻ സുമേധാവുമെന്തടോ ചാബല്യം എന്നോട് കാട്ടുന്നു സാരസദാത്മജ. ധൈര്യം ഭവിച്ചാലും ആര്യബുദ്ധേ ഭവാൻ കാര്യം വിചാരിച്ചു കൊള്ളാം നമുക്കടോ. ഒന്ന് ബോധിക്ക നീ കർമ്മദോഷം കൊണ്ട് വന്നു ഭവിച്ചോരനർത്ഥം നമുക്കിത് ദുർബുദ്ധിയാകും. വിദർഭരാജാവിൻ്റെ നിർബന്ധവഞ്ചനം ചിന്തിച്ചതില്ല നാം. എന്തിനിതെല്ലാം പറഞ്ഞിട്ട് നിഷ്ഫലം ചിന്തിക്കലിങ്ങനെ കർമ്മം നമുക്കടോ. സജ്ജനാചാരത്തിൽ ആസ്ഥയുണ്ടെങ്കിലോ ദുർജനാചാരം ചെവിക്കൊള്ളുമോ സഖേ. ഇന്നി ഗുരുക്കളെ ചെന്നു വണങ്ങിയാൽ ഇന്നു നമുക്ക് ജയം വരും നിർണയം. ആരും നനച്ചാൽ നിനക്കിന്ന് വന്നൊരു നാരിത്വം ഇപ്പോൾ ഒഴിച്ചതില്ലെങ്കിൽ ഞാൻ നിന്നെ പതുക്കവേ പാണിഗ്രഹണം ചെയ്ത് പിന്നെ സുഖം രമിപ്പിക്കുന്നതുണ്ടടോ. ഓം നമഃ ശിവായ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.